ഗൈസ്, എന്തെങ്കിലും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നോമ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ഞാൻ അവസാനത്തെ നോമ്പായിക്കൊന്ന് വിചാരിച്ചു. നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ പോവാം. ഇൻഷാ അല്ലാ നോമ്പാവും, പെരുന്നാളാവും നമുക്ക് വിചാരിക്കല്ലേ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കോഴിക്കോട് നോമ്പ് തുറക്കാൻ പോവാം. ആ വഴി നമുക്ക് എൻ്റെ ഹബ്സ്റ്ററിൻ്റെ വീട്ടിലേക്ക് മലപ്പുറത്തേക്ക് പോകും. നാളെ പെരുന്നാളൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം. അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു അബായ ഇടാൻ. അപ്പം നമുക്കൊരു വെറൈറ്റി ലുക്കാക്കാം. ലാസ്റ്റ് ഇഫ്താർ, ഇൻഷാ അല്ലാ ലാസ്റ്റ് ഇഫ്താർ ആണെങ്കിലോ അപ്പം നമുക്ക് റെഡി ആയാലോ. ഞാൻ ഈ അബായാണ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇഷ്ടമായി, എനിക്കിഷ്ടമായി. ആൻഡ് ഞാനൊരു വാച്ചാണ് കെട്ടിയിട്ടുള്ളത്, പിന്നെ ഒരു ബാഗും. അത് സിമ്പിൾ, വെരി സിമ്പിൾ ആൻഡ് സട്ടിൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഒരു സട്ടിൽ മേക്കപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോവാം. ഉമ്മാനോട് ടാറ്റൊക്കെ പറഞ്ഞു യൂട്യൂബിലിടുന്ന പറയുമ്പോൾ ഇപ്പം നമ്മൾ പോവുക. ലെറ്റ് സ്റ്റാർട്ട് ദി ജേർണി. ഉമ്മാൻ്റെ വീട്ടിലെ കാര്യം അമ്മനോട് പാപ്പാനോടും പോയി പറഞ്ഞ് പോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഓക്കെ, അങ്ങനെ ഓൺ ദ വേ നമ്മൾ ഇതാ ഒരു പമ്പിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ഇന്ധനം അടിക്കാം. പിന്നെ എനിക്ക് കാലിക്കറ്റിൽ നിന്ന് എൻ്റെ ഡ്രസ്സ് പിക്ക് ചെയ്യാനുണ്ട്. അതും കൂടി ബൊട്ടീക്കിൽ കയറിയിട്ട് പിക്ക് ചെയ്യാനുണ്ട്. റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ എത്തി അതും പിക്ക് ചെയ്തു. ഇനി നമുക്ക് എൻ്റെ മാപ്പിളൊക്കെ കൂട്ടാൻ വരാം. അങ്ങനെ മാപ്പിളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹബ്സ്റ്റർ നമ്മൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടാണ് നോമ്പറക്കാൻ പോകുന്നത്. കാലിക്കറ്റിൽ പുതിയതായിട്ട് തുറന്ന ജയ്തൂൽ റെസ്റ്റോറന്റില്. യെസ്, നമ്മൾ ജയ്തൂലിലാണ് ഇന്ന് നോമ്പറക്കാൻ പോകുന്നത്. കുറെ കാലമായി ഇവിടെ പോകണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫൈനലി ഇന്ന് നമുക്കൊരു സീറ്റ് കിട്ടി. റമദാനായോണ്ട് ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗൾഫ് വൈബ് കിട്ടിട്ടോ, സൂപ്പർ. അങ്ങനെ നമുക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്ത് ഹാളിലേക്ക് പോവാം. ഹാളിലാണ് ബൊഫറ്റ് നടക്കുന്നത്. നമ്മൾ തന്നെ ബാങ്ക് കൊടുക്കാൻ നേരമായിക്കണ്ട കേട്ടോ, പെട്ടെന്ന് പോവാം. അങ്ങനെ നമുക്കുള്ള ടേബിളും വെള്ളവും സ്നാക്സും ഒക്കെ ഇവിടെ റെഡി ആയിരുന്നു. അപ്പൊ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ എടുത്തിങ്ങോട്ട് കഴിച്ചു. ഒരു 3 types ഓഫ് ഡ്രിങ്കും 3 types ഓഫ് സ്നാക്സ്. ഞാൻ ഫസ്റ്റ് ലൈമും കുടിച്ചു. അതങ്ങ് കുടിച്ചാൽ തന്നെ ഒരു സമാധാനമായി. പിന്നെ നമ്മൾ കാരൊക്കെ എടുത്ത് നോമ്പുറന്ന്. പിന്നെ എന്തൊരു മട്ടന്റെ സമൂസയോ എന്തോ 2-3 പേരറിയാത്ത ഐറ്റൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നോമ്പ് തന്നെ വേഗം നിസ്കരിച്ച് വേഗം ഓടിപ്പോയി ക്യൂവിൽ നിന്ന്. ഭയങ്കര ക്യൂ ആണ്. വേഗം പോയിട്ട് ആക്രാന്തത്തോട് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണ്ടേ. തിന്നൂലെങ്കിലും വാങ്ങി വെക്കണല്ലോ, അതാണല്ലോ നമ്മളെ മെയിൻ. ഒക്കെ കൂടെ കാണുമ്പോൾ ആക്രാന്തി തിന്നുമുണ്ടാവില്ല എന്ന് എനിക്ക് ആദ്യം അറിയാം. അങ്ങനെ കണ്ടതെല്ലാം ഞാൻ പ്ലേറ്റിൽ വാങ്ങിയിട്ട് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മട്ടന്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് സാധനങ്ങളായിട്ടോ ഉള്ളത്. എല്ലാം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഡെസേർട്ടും കുറെ സാലഡൊക്കെ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാൻ കുറച്ച് സാലഡും ഡെസേർട്ടൊക്കെ കഴിച്ച് അങ്ങോട്ട് നിർത്തി. അങ്ങനെ ക്ഷീണിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതിൻ്റെ അടുക്ക് പെരുന്നാളാന്ന് പറഞ്ഞ് അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നമുക്ക് വേഗം തന്നെ വീട്ടിൽ പോവാം. പോകുന്ന വഴിക്ക് ക്ഷീണം കൊണ്ട് നമുക്കൊരു സോഡയും കൂടിയും കുടിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഹാവൂ, സമാധാനായി. ഇനി വേണം മൊയിലാഞ്ചി കണ്ടേ, പെരുന്നാളല്ലേ. ഇനി വേഗം വീട്ടിൽ പോയി കുളിച്ച് മൊയിലാഞ്ചി ഇടാൻ കുത്തിരിക്കട്ടെ. അങ്ങനെ നാത്തൂനെ കൊണ്ട് ഞാൻ മൊയിലാഞ്ചി ഇടിപ്പിച്ച്. ഒരു അടിപൊളി ആർട്ടിസ്റ്റാണ്. ഇതാണ് എൻ്റെ മെഹന്തി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ കമന്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.